നമസ്കാരം. പ്രധാന വാർത്തകൾ. NSSന്റെ മന്നം ശതാബ്ദി സമ്മേളനത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും രമേശ് ചെന്നിത്തല. പഴയ വിഷയങ്ങളിൽ പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നില്ലെന്നും എന്നും വഴക്കിട്ട് നിൽക്കേണ്ട കാര്യമില്ലെന്നും ചെന്നിത്തല. എല്ലാവരുമായും യോജിച്ചു പോകും. ആനയെഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടിയെ സ്വാഗതം ചെയ്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. തൃശൂർ പൂരം പഴയ തനിമയോടെ നടക്കുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി. ആചാരങ്ങൾ നിലനിർത്തണമെന്ന സുപ്രീം കോടതി നിരീക്ഷണം ആശ്വാസകരമെന്ന് പാറമേക്കാവ് ദേവസ്വം അധികൃതർ. വിഷയത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന് ഇരുവിഭാഗത്തിന്റെയും വിമർശനം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. കാറിൽ പോണോ, പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ എന്ന് വിമർശകരോട് വിജയരാഘവൻ. പരാമർശം CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. അമിത്ഷായുടെ വിവാദ പരാമർശത്തിൽ പ്രതിഫലിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ദളിത് വിരുദ്ധ കാഴ്ചപ്പാടെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഭരണഘടനാ ചർച്ചയിൽ അനാവശ്യ വിവാദം സൃഷ്ടിച്ചത് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നും ആക്ഷേപം. കുഴൽമന്ദം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം സൗകര്യവും ട്രോമ കെയർ എക്സ്റേ യൂണിറ്റും ഏർപ്പെടുത്തണമെന്ന് CPM കുഴൽമന്ദം ഏരിയ സമ്മേളനം. A. അനിതാനന്ദൻ ഏരിയ സെക്രട്ടറിയായി തുടരും. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ നടന്ന ഏരിയ സമ്മേളനത്തിന് സമാപനം. സഹകരണ മേഖലയിൽ പെൻഷൻ വേണ്ടെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്ത റിട്ടയർഡ് ജസ്റ്റിസ് സ്വന്തം പെൻഷൻ വേണ്ടെന്ന് വയ്ക്കാൻ ആദ്യം തയ്യാറാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാർച്ച്. വിശ്രമജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കിവിടുന്നത് സർക്കാരിന് ചേർന്ന രീതിയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജ്യത്ത് തന്നെ മികച്ച പോലീസ് സംവിധാനം കേരളത്തിലാണെങ്കിലും സേനാ അംഗങ്ങളുടെ മനോവീര്യം തകർക്കുന്ന രീതികൾ വർദ്ധിക്കുന്നത് പരിശോധിക്കപ്പെടണമെന്ന് A. പ്രഭാകരൻ MLA. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒട്ടേറെ നവീകരണ പദ്ധതികൾ സേനയിൽ സർക്കാർ നടപ്പാക്കി. പാലക്കാട്ട് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. നടി മീന ഗണേഷ് അന്തരിച്ചു. അന്ത്യം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. നാടകരംഗത്തുനിന്ന് സിനിമാ ലോകത്തെത്തിയ മീന ഗണേഷ് അഭിനയ കലയ്ക്കു സമ്മാനിച്ചത് അതുല്യ സംഭാവനകൾ. അന്തരിച്ച തൃശൂർ ആകാശവാണി ഡയറക്ടർ M. ബാലകൃഷ്ണന് നാടിന്റെ പ്രണാമം. വാർത്തകൾ വിശദമായി. NSSന്റെ മന്നം ശതാബ്ദി സമ്മേളനത്തിന് തന്നെ വിളിച്ചിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല. ക്ഷണിച്ചതിൽ സന്തോഷമുണ്ടെന്നും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പഴയ വിഷയങ്ങളിൽ പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നില്ല, എന്നും വഴക്കിട്ട് നിൽക്കേണ്ട കാര്യമില്ലെന്നും എല്ലാവരുമായും യോജിച്ചു പോകുക എന്നതാണ് തന്റെ സമീപനമെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. ഏതായാലും എന്നെ NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. സന്തോഷപൂർവ്വം ഞാൻ ചടങ്ങിൽ പങ്കെടുക്കും. അത് എനിക്ക് എന്നെ ക്ഷണിച്ചതിൽ അവരോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അല്ല, ഞാൻ അതിനകത്ത് പോസ്റ്റ്മോർട്ടത്തിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും എന്നെ ചടങ്ങിലേക്ക് വിളിച്ചിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അതിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഇപ്പം എന്നും വഴക്കിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരുമായിട്ട് യോജിച്ചു പോകാനുള്ളതാണല്ലോ നമ്മുടെ സമീപനം. ആനയെഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത നടപടിയെ സ്വാഗതം ചെയ്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. പണ്ട് നടത്തിയിരുന്ന പോലെ ഇനിയും പൂരം നടക്കുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷും ആചാരങ്ങൾ നിലനിർത്തണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി P. ശശിധരനും പ്രതികരിച്ചു. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിബന്ധനകൾക്കെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി ഉത്തരവിനെ ഇരു ദേവസ്വങ്ങളും സ്വാഗതം ചെയ്തു. നിയന്ത്രണങ്ങൾക്കെതിരെ ആദ്യം സുപ്രീം കോടതിയിൽ പോകേണ്ടിയിരുന്നത് ഗുരുവായൂർ ദേവസ്വമായിരുന്നുവെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് ചൂണ്ടിക്കാട്ടി. അതുണ്ടായില്ല. അതേസമയം ദേവസ്വങ്ങൾക്ക് വളരെയധികം ആശ്വാസം പകരുന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു തന്നെയാണ് ഇതുവരെയും പൂരം നടത്തിയത്. അത് ഇനിയും തുടരും. പണ്ട് എങ്ങനെ പൂരം നടന്നോ അതുപോലെ ഇനിയും നടക്കും. ആനകളെ നന്നായി നോക്കണം എന്നതിൽ സംശയമില്ല. ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ ഒരു ബില്ല് തന്നെ വേണമെന്നാണ് ഇപ്പോഴും ആവശ്യപ്പെടുന്നതെന്നും
നിയമനിർമ്മാണം വേണമെന്ന് സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെടുകയാണെന്നും പി രാജേഷ് പറഞ്ഞു. ഇല്ല, സ്റ്റേ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ആശ്വാസമല്ല. ഇതില് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കാനായിട്ട് ഒരു ബില്ല് തന്നെ പാസ്സാക്കണം. അല്ലെങ്കിൽ ഇതുപോലെ NGO-മാർ ഇടയ്ക്കിടയ്ക്ക് കയറി ഇതിലൊക്കെ ഇടപെട്ട് ആദ്യം ജല്ലിക്കെട്ടാവും, പിന്നെ തൃശ്ശൂർ പൂരവും, നാളെ പത്മനാഭസ്വാമിയുടെ എഴുന്നള്ളിപ്പാവും. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇടപെടാണ്ടിരിക്കാനായിട്ട് ഈ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് പ്രിസർവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു ബില്ല് കൊണ്ടുവന്ന് അത് പാസ്സാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആചാരങ്ങൾ നിലനിർത്തണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പി ശശിധരൻ ചൂണ്ടിക്കാട്ടി. വലിയ ആശങ്കയാണ് എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നത്. ഈ ഘട്ടത്തിലാണ് അനുകൂല വിധി. ഇത് ശുഭപ്രതീക്ഷ പകരുന്നതാണ്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വിഷയം പരിഗണിക്കണം. ഗുരുവായൂർ ദേവസ്വത്തിനും കോടതിയിൽ പോകാൻ ബാധ്യതയുണ്ടായിരുന്നുവെന്നും ആ ബാധ്യത അവർ നിർവഹിച്ചില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പി ശശിധരൻ കുറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിൽ ചെവിക്കൊള്ളണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രതിസന്ധി ഘട്ടത്തില് ഗുരുവായൂർ ദേവസ്വം അതേമാതിരി കൊച്ചിൻ ദേവസ്വം ബോർഡും എടുത്ത തീരുമാനം അത് വളരെ വിഷമകരമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം. പക്ഷെ ഇപ്പോ ഞങ്ങളത് തിരുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു തീരുമാനത്തിന്. എന്താ വെച്ചാൽ ഗുരുവായൂർ ദേവസ്വത്തിന് 10-50 ആനകൾ മേലെ ഉള്ള സ്ഥലത്താണ് അവർ ഒരു ആനപ്പുറത്ത് ആചാരം നിർത്തിക്കൊണ്ട് ഉത്സവം നടത്താനായിട്ട് തീരുമാനിച്ചത്. അത് തീർത്തും തെറ്റായിട്ടൊരു കാര്യമാണ്. ഇപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒന്ന് സർക്കുലർ ഇറക്കിയിരുന്നു. പക്ഷെ ഇതിപ്പോ അതിനൊക്കെ മറികടന്ന് പരമോന്നത കോടതി ഇപ്പൊ ഒരു ഉത്തരവിട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ ഉത്സവ ആഘോഷ പെരുന്നാൾ പള്ളി നേർച്ച എല്ലാവർക്കും വളരെ ആശ്വാസം നൽകുന്നതും സന്തോഷം നൽകുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. കാറിൽ പോണോ, പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ എന്നായിരുന്നു വിജയരാഘവന്റെ ചോദ്യം. CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിലാണ് എ വിജയരാഘവന്റെ പരാമർശങ്ങൾ. റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനെതിരായ വിമർശനങ്ങളെ പരിഹസിച്ചുകൊണ്ടായിരുന്നു എ വിജയരാഘവന്റെ പ്രസംഗം. 10 മനുഷ്യർക്ക് പോകാൻ ഇത്ര സ്ഥലം പോരെ, എല്ലാവരും കാറിൽ പോണോ, പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ, ഇത്ര വലിയ കാറ് വേണോ, ഒരു കുഞ്ഞു കാറിൽ പോയാൽ പോരെ, ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവുകയല്ലേ എന്നൊക്കെയായിരുന്നു ആക്ഷേപഹാസ്യകരമായ പരാമർശങ്ങൾ. 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ, 10 കാറ് പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കുക. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാറ് പോകേണ്ട കാര്യമുണ്ട്, നടന്നു പോയപ്പോഴും. എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ, ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല, ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാറ് വേണോ, അത് വേണം. എന്നാൽ ഒരു കുഞ്ഞു കാറ് പോയപ്പോൾ പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവല്ലേ. 25 കാറ് ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ, 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ മെല്ലെ അങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണാൻ പോകും. ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കാറക്കെടുത്തിന് അമ്മായിമ്മേന്റെ വീട്ടിക്ക് പോകുക, അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു സല്ലപിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കയിൽ വളരെ കുറവായിരിക്കും. ഞാനതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാറിൽ പോകാൻ അവകാശമുള്ളതുപോലെ ജാഥ നടത്താനും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ടെന്നും വിജയരാഘവൻ പറഞ്ഞു. എല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമില്ല. 25 കാറ് പോയാൽ 25 ആളുകളെ ഉണ്ടാകൂ. ഇത്രയും വലിയ കാറിൽ പോകണോ, ചെറിയ കാറിൽ പോയാൽ പോരെ, കാറെടുത്ത് ചുറ്റാനിറങ്ങുകയാണ്, സല്ലപിച്ച് വർത്തമാനം പറഞ്ഞാണ് പോകുന്നത്. അത്യാവശ്യമുള്ള കാർ യാത്രയൊക്കെ കുറവായിരിക്കും. കാറുള്ളവർ കാറിൽ പോകുന്നത് പോലെ പാവപ്പെട്ടവർക്ക് ജാഥ നടത്താനും അവകാശം അനുവദിച്ചു നൽകണമെന്ന് എ വിജയരാഘവൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുഴൽമന്ദം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം സൗകര്യവും ട്രോമ കെയർ എക്സ്റേ യൂണിറ്റിന്റെയും സൗകര്യമൊരുക്കണമെന്ന് CPIM കുഴൽമന്ദം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. 2 ദിവസങ്ങളിലായി പരുത്തിപ്പള്ളിയിൽ നടന്നു വന്നിരുന്ന CPIM ഏരിയ സമ്മേളനം സമാപിച്ചു. നെല്ലിന്റെ വില സമയബന്ധിതമായി കർഷകർക്ക് നൽകാൻ കേരള ബാങ്കിന് പുറമെ പ്രാദേശിക ബാങ്കുകളെ കൂടി ചുമതലപ്പെടുത്തുക എന്നും CPIM ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ സമാപനം പൊതുസമ്മേളനത്തോടെ പെരുങ്കോട്ടുകുരിശി സെന്ററിൽ നടന്നു. ഏരിയ സെക്രട്ടറിയായിരുന്ന എ അനിതാനന്ദനെ വീണ്ടും ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും യോഗം തെരഞ്ഞെടുത്തു. ജില്ലാ സമ്മേളന പ്രതിനിധികളായി 23 അംഗങ്ങളെയും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
തൃശൂർ കൂർക്കഞ്ചേരിയിൽ 40 ഗ്രാം MDMA-യുമായി ബാങ്ക് ജീവനക്കാരൻ എക്സൈസിന്റെ പിടിയിൽ. പടവരാട് സ്വദേശി പ്രവീണാണ് പിടിയിലായത്. കൂർക്കഞ്ചേരി IDFC ബാങ്കിലെ കളക്ഷൻ വിഭാഗം ഏരിയ മാനേജറായ പ്രവീൺ ബാങ്ക് പരിസരത്ത് വെച്ചാണ് അറസ്റ്റിലായത്. ബാങ്ക് ജോലിയുടെ മറവിലായിരുന്നു പ്രതിയുടെ മയക്കുമരുന്ന് വിൽപ്പനയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മധ്യമേഖല കമ്മീഷൻ സ്കോറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നിരവധി കേസുകൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഞ്ചാവ് കേസുകളാണ് കൂടുതൽ നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ കഞ്ചാവിൽ നിന്നും വിദ്യാർത്ഥികൾ വളരെയധികം മാറി MDMA വണ്ടി ചെക്ക് ചെയ്യുമ്പോഴും പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഗ്രൗണ്ടിലും മറ്റുള്ള രീതിയിലും വിദ്യാർത്ഥികളും മറ്റുള്ളവരും കാണാതെ എല്ലാവരും ഈ ഒരു ചെറിയ രീതിയിലുള്ള കഞ്ചാവും ഈ MDMA ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ നേരം പോക്കുകളും മറ്റുള്ള കാര്യങ്ങളും നടത്തുന്നത്. അതിനെ ഞങ്ങൾ വളരെയധികം നിരീക്ഷിച്ച് വരുന്നുണ്ട്. അങ്ങനെ നിരീക്ഷണത്തിൻ്റെ ഒരു ആഴ്ചകളോളം നിരീക്ഷിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു ബാങ്കിൽ നിന്നും തന്നെ ഈ ഒരു സാധനം സപ്ലൈ ചെയ്യുന്ന ആൾ ഇങ്ങനെ സപ്ലൈ ഉണ്ടെന്നുള്ള അറിവ് കിട്ടിയത്. അതിനനുസരിച്ച് പല ആൾക്കാരെ ദിവസങ്ങളോളം ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടാണ് അവസാനം ഞങ്ങൾ ഈ ഒരു പ്രതിയിലേക്ക് എത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ്. അത് കമ്മീഷൻ സ്കോഡിലെ മുജീബ് റഹ്മാൻ, PO മുജീബ് റഹ്മാൻ കിട്ടിയ ഒരു വിവരം അനുസരിച്ചാണ് ഞങ്ങളവിടെ എത്തി. അങ്ങനെയാണ് ഞങ്ങൾ ക്യാച്ച് നടക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അതാണ് ഒരുവിധമൊക്കെ ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കളക്ഷൻ ഏജന്റായിരുന്നു, അതിന്റെ മറവിലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അറിവ്. അംബേദ്കറെ അപമാനിച്ചതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ദളിത് വിരുദ്ധ കാഴ്ചപ്പാട് കൂടുതൽ വ്യക്തമായിരിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഭരണഘടനാ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ അനാവശ്യ വിവാദം സൃഷ്ടിച്ചത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്നും DCC സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത A. തങ്കപ്പൻ കുറ്റപ്പെടുത്തി. രാജ്യസഭയിലും ലോക്സഭയിലും കേന്ദ്ര സർക്കാർ അംബേദ്കറെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് DCCയുടെ നേതൃത്വത്തിൽ പാലക്കാട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഭരണഘടനയുടെ സ്ഥാനത്ത് മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് A. തങ്കപ്പൻ കുറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തെ ഒറ്റിയവർ ഇപ്പോഴും ഈ നില തുടരുകയാണ്. രാജ്യത്തിൻ്റെ മതേതരത്വം കോൺഗ്രസിനു മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് ഓരോ ദിനവും വ്യക്തമായി വരികയാണ്. സംഘപരിവാറിൻ്റെ കുടില തന്ത്രങ്ങൾ രാജ്യത്ത് വിലപ്പോകില്ലെന്നും A. തങ്കപ്പൻ പറഞ്ഞു. KPCC സെക്രട്ടറി C. ചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, മണ്ഡലം പ്രസിഡന്റ് CV സതീഷ്, P. ബാലൻ, ഭവദാസ്, രവീന്ദ്രൻ, മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളത്ത് കുടുംബശ്രീ നേതൃത്വത്തിൽ അതിദരിദ്രർക്കുള്ള ധനസഹായ വിതരണം നടന്നു. ഉജ്ജീവനം ധനസഹായ വിതരണം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. രൂപം നൽകണമെന്ന് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സർവേ നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സൂക്ഷ്മതലത്തിൽ നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ ഒരു സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ തിട്ടപ്പെടുത്തിയതിനർത്ഥം. ഇവിടെ പറഞ്ഞു 69,000 ശിഷ്ടം ആളുകളാണ് ഈ 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നാണ്. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൂരജ്, ബ്ലോക്ക് മെമ്പർ AG റജീന, AP പ്രസാദ്, KS മഞ്ജിബ, AC സുബ്രഹ്മണ്യൻ, സുജിത് P. രാജ്, CDS ചെയർപേഴ്സൺ TR അംബിക എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സഹകരണ മേഖലയിൽ പെൻഷൻ വേണ്ടെന്ന് സർക്കാരിന് ശുപാർശ ചെയ്ത റിട്ടയർഡ് ജസ്റ്റിസ് സ്വന്തം പെൻഷൻ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ജഡ്ജി എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ശരിയാ, നിങ്ങൾക്ക് 18,000 രൂപ പെൻഷൻ തന്നെ അധികം. ഈ മാന്യ അദ്ദേഹത്തിന്റെ പെൻഷൻ എത്രയാണെന്നറിയാം? ഈ മാന്യ അദ്ദേഹത്തിന്റെ പെൻഷൻ 1.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപ മാസാമാസം വാങ്ങി വെച്ചിട്ടാണ് ഈ മാന്യ അദ്ദേഹം 18,000 രൂപ പെൻഷൻ കൊടുക്കുന്നത് ഈ നാടിനൊരു ബാധ്യതയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരല്പമെങ്കിലും നാണവും മാനവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മാസം തൊട്ട് ആ പെൻഷൻ വേണ്ടത് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കാൻ പോവുകയാണ് എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് വേണം ഈ അന്തസ്സ് കെട്ട റിപ്പോർട്ട് പെൻഷൻ ബോർഡിന് സമർപ്പിക്കാൻ.
ഈ വിഷയത്തിനകത്ത് കൃത്യമായി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം. സർക്കാർ വിചാരിച്ചാൽ നടക്കും. ഒന്ന്, ഹൈക്കോടതിയുടെയോ പിന്നെ സുപ്രീം കോടതിയുടെയോ ആയിക്കോട്ടെ, ഒരു ജഡ്ജിയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വേദവാക്യോ ഭരണഘടനാപരമായ ബാധ്യതയൊന്നുമല്ല. വിശ്രമജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കിവിടുന്നത് ഭരണകൂടത്തിന് ചേർന്ന രീതിയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ നൽകേണ്ടതില്ലെന്ന വാദക്കാർ വർദ്ധിച്ചു വരികയാണ്. ഇത്രയും കാലം തൊഴിലാളി സ്നേഹം പ്രകടിപ്പിച്ചവരാണ് പെൻഷൻ നൽകുന്നതിനെതിരായി നിൽക്കുന്ന ക്യാപിറ്റലിസത്തിന്റെ വാദക്കാരായി മാറുന്നത്. 10 വർഷം മുമ്പ് 1000 രൂപയ്ക്ക് കിട്ടിയിരുന്ന അവശ്യവസ്തുക്കൾ 2000 രൂപ കൊടുത്താലും കിട്ടാത്ത സ്ഥിതിയാണിന്ന്. രൂപയ്ക്ക് മൂല്യം കുറയുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്ന ജീവിതക്ലേശത്തിന് പരിഹാരമായി പെൻഷൻ മാറണം. AK ആന്റണി മുഖ്യമന്ത്രിയും MV രാഘവൻ സഹകരണ മന്ത്രിയുമായിരിക്കെയാണ് സഹകരണ മേഖലയിൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഏർപ്പെടുത്തിയത്. ജഡ്ജിമാരുടെ ശുപാർശകൾ അവസാന വാക്കല്ല. സഹകരണ മേഖലയിലെ പെൻഷൻകാരുടെ കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക, DAയും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ, C കൃഷ്ണകുമാർ, KK സുരേഷ് കുമാർ, K ജനാർദ്ദനൻ, P മനോമോഹനൻ, R വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കരയിലെ സൗജന്യ കണ്ണ് പരിശോധനാ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി എത്തുന്നത് നിരവധി പേർ. മങ്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലാണ് സൗജന്യ നേത്ര പരിശോധനാ കേന്ദ്രം. മങ്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം 2017 ഈ കേന്ദ്രം ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തത്. എല്ലാ വ്യാഴാഴ്ചയും കാലത്ത് 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം. സ്വകാര്യ ക്ലിനിക്കിൽ 200 മുതൽ 250 രൂപ വരെ നാം കൊടുക്കേണ്ടി വരുമ്പോൾ തികച്ചും സൗജന്യമായാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഇതോടെ നിരവധി പേരാണ് ഇവിടെ നേത്ര ചികിത്സയ്ക്കായി എത്തുന്നത്. ഒപ്റ്റോമെട്രിസ്റ്റ് AP ബിൻസിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. വിവിധ സ്വകാര്യ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇവിടെ പഠനത്തിനായി എത്തുന്നുണ്ട്. മങ്കര മിഷൻ സെന്ററിൽ കാഴ്ച പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്. 9 മണി മുതൽ 2 മണി വരെ കാഴ്ച പരിശോധന ഉണ്ടായിരിക്കും. മങ്കരയിലെ മുഴുവൻ ആളുകളും ഈ കേന്ദ്രത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇവിടെയുള്ള ഒട്ടനവധി ആളുകൾക്ക് കണ്ണു പരിശോധനയുമായി ബന്ധപ്പെട്ട് പറളിയിലും പാലക്കാടും ഒറ്റപ്പാലത്തും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സർക്കാരിന്റെ നയനപഥം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികൾ മാത്രമാണ് ഇവിടെ നടന്നത്. ഇതിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ഈ ഭരണസമിതി ആഗ്രഹിച്ചതിന്റെ ഫലമായാണ് 2011 ബഹുമാനപ്പെട്ട കലക്ടർ ഇങ്ങനെ ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്തത്. തീർച്ചയായിട്ടും ഈ സെന്ററിൽ വരുന്ന ഡോക്ടർമാരുടെ മിടുക്ക് കൊണ്ട് തന്നെ ആയിരിക്കണം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളെ വരെ പരിശീലനത്തിന് ഇവിടെ അയക്കുകയും അവരെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ച് ഭാവിയുടെ വാഗ്ദാനങ്ങളെ നിറവേറ്റുന്നതിനും ഈ ഡോക്ടർമാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നതിൽ ഭരണസമിതിക്ക് അതിയായ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. രാജ്യത്ത് തന്നെ മികച്ച പോലീസ് സംവിധാനം കേരളത്തിലാണെങ്കിലും സേനാംഗങ്ങളുടെ മനോവീര്യം തകർക്കുന്ന രീതികൾ വർദ്ധിക്കുന്നത് പരിശോധിക്കപ്പെടണമെന്ന് A പ്രഭാകരൻ MLA. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A പ്രഭാകരൻ. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് A പ്രഭാകരൻ MLA പറഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒട്ടേറെ നവീകരണ പദ്ധതികളാണ് പോലീസ് സേനയിൽ നടപ്പാക്കിയത്. സേനയെ കളങ്കിതപ്പെടുത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ അധികാരത്തിൽ വന്നാൽ അത് ചീത്തയാക്കാൻ പോലീസുകാരും വിചാരിച്ചതാണ്. വളരെ പെട്ടെന്ന് ലക്ഷ്യം പിടിക്കുന്ന ഒന്ന് പോലീസിന്റെ ആറ്റിറ്റ്യൂഡ്, പോലീസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ എന്നുള്ളത് വലുതായിട്ടൊന്നും കഴിയില്ല. ഒരു കുറ്റകൃത്യം കണ്ടിട്ട് ഉണ്ടാതിരുന്നു, അത് പോലീസ് ലാസ്റ്റിയായിട്ട് ന്യായീകരിക്കപ്പെടുന്നു. അത് അവരെ കയറിയിട്ട് നമ്മൾ അതൊന്ന് തടയാൻ വേണ്ടി ശ്രമിച്ച് അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകും. ആ കുഴപ്പം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഗവൺമെന്റ് ആഗ്രഹിക്കണം എന്നാവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുക എന്നത് പോലീസ് സേനയുടെ ഒന്നാണ്. നിങ്ങൾ റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രയാസം, ജീവിതത്തിൽ നല്ലൊരു ശതമാനം സർവീസ് ഉണ്ടാകുമ്പോൾ വല്ലാത്ത പിരിമുറുക്കം.
റിട്ടയർഡ് SP MK പുഷ്കരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KPA ജില്ലാ പ്രസിഡന്റ് M നൂർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. DYSP C സുന്ദരൻ, സംസ്ഥാന പ്രസിഡന്റ് KK ജോസ്, KPOA ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ, KPA ജില്ലാ പ്രസിഡന്റ് സുനിൽ, L ശിവകുമാർ, C ബാലകൃഷ്ണൻ, P കുമാരൻ, T കുഞ്ചു, KT രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടി മീന ഗണേശ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പുലർച്ചെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം. അന്തരിച്ച നാടകാചാര്യൻ AN ഗണേശിന്റെ ഭാര്യയാണ്. ഷൊർണൂർ ചുടുവാലത്തൂർ മനോജ് വിഹാറിലായിരുന്നു താമസം. പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കുക. തീ വെറുതെ അങ്ങോട്ട് പിടിക്കോ? വിറക് പറയെ പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക, പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക. ചെമ്പെടുത്ത് കെന്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. കാർത്തേക്ക് നടന്നോളൂ. ഞാൻ നടന്നോന്ന് അങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. ഏതാനും നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം പ്രയാസം നേരിട്ടിരുന്ന മീന ഗണേശിന് 5 ദിവസം മുമ്പാണ് വാണയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടായ ഒട്ടേറെ വേഷങ്ങൾ അനശ്വരമാക്കിയ നടി വ്യാഴാഴ്ച പുലർച്ചെ വിട പറഞ്ഞു. 81 വയസ്സായിരുന്നു. ഷൊർണൂരിലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കലാസാംസ്കാരിക രാഷ്ട്രീയ ഭരണരംഗങ്ങളിലെ നിരവധി പ്രമുഖരും കലാസ്നേഹികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. വലിയ പ്രതിഭയാണ് അരങ്ങൊഴിഞ്ഞതെന്നും ഷൊർണൂരിന്റെ കലാസാംസ്കാരിക മേഖലയെ സംബന്ധിച്ച് മീന ഗണേശിന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്നും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. അഭിനയരംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച, ഒരുപക്ഷെ നാടകരംഗത്ത് ലൂടെ അരങ്ങേറ്റം കുറിച്ച മീന ഗണേശ് സിനിമയിലേക്കും സീരിയലിലേക്കുമെല്ലാം അഭിനയ മികവ് കൊണ്ട് തൻ്റേതായിട്ടുള്ള ഒരു ഇടം നേടിയിട്ടുള്ള ഒരു അതുല്യമായിട്ടുള്ള കലാകാരി കൂടിയാണ് മീന ഗണേശ്. വളരെ ഷൊർണൂരിനെ സംബന്ധിച്ച് മറ്റൊരു നാടകരംഗത്തുള്ള അതല്ലെങ്കിൽ അഭിനയ രംഗത്തുള്ള മറ്റൊരു പുലവതി കൂടി വിടുകയാണ്. നമ്മുടെ നാടകരംഗത്ത് തന്നെ പ്രഗത്ഭനായിട്ടുള്ള AN ഗണേശിൻ്റെ സഹധർമ്മിണി കൂടിയാണ് മീന ഗണേശ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിനും സിനിമ, സീരിയൽ, നാടക രംഗത്തും അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച മീന ഗണേശിൻ്റെ വേർപാട് നമുക്കെല്ലാവർക്കും വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. താരജാടകളില്ലാതെ ലളിത ജീവിതം നയിച്ച മീന ഗണേശ് നാടിന് പ്രിയങ്കരിയായിരുന്നെന്ന് കൗൺസിലർ KM ലത അനുസ്മരിച്ചു. ഇക്കഴിഞ്ഞ 13-നാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏതാനും നാളുകളായി അവർ ഏറെ അവശതയിലായിരുന്നെന്നും കൗൺസിലർ പറഞ്ഞു. അവരിവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം ഉണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ 13-ാം തീയതി തീരെ വയ്യാതെ അങ്ങനെ അവരുടെ മകളാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഒന്ന് അമ്മേനെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലെന്ന്. അതിൻ്റെ ഭാഗമായി ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവരിങ്ങനെ വീണ് ഇരുന്ന് ഇങ്ങനെ ശ്വാസം വലിക്കുന്ന ഒരിതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 108 ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കഴിഞ്ഞ 13-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി PK ദാസിലെത്തിച്ചു. ഇതാ ഇന്ന് പുലർച്ചെ, ഇന്ന് വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടി മരണപ്പെട്ടു. നാടകത്തിലൂടെയാണ് മീന ഗണേശ് സിനിമയിലെത്തുന്നത്. ഏറെക്കാലം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു. 1976-ൽ PA ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭ്രപാളിയിലെ അരങ്ങേറ്റം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ, വാൽക്കണ്ണാടി തുടങ്ങി 200ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കലാഭവൻ മണിക്കൊപ്പമുള്ള അമ്മ വേഷങ്ങളിൽ ഏറെ തിളങ്ങി. ഇല്ല, ഇനി പറയാതെ വയ്യ. പല തവണയായി അവൻ ഈ പോക്കിരിത്തരം കാണിക്കുന്നു. വീട്ടിൽ പറയണ്ട ഇവൻ തടഞ്ഞിട്ടാ. എട്ട് വയസ്സിൽ എന്നെ വിട്ടുപോയ എന്റെ അപ്പൂന്റെ സ്ഥാനത്താ ഞാനിവനെ കാണുന്നേ. കന്തം പൂട്ടിലെ കന്നനോട് കാട്ടിലെത്തേങ്കിലും കാണിച്ചൂടെ ഇവനോട്? ഞാൻ ഇറങ്ങുക.
മാനസികവും ശാരീരികവുമായ വിഷമതകൾ മൂലം ഏതാനും വർഷങ്ങളായി അഭിനയരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ആ പ്രതിഭ. നെഗറ്റീവ് ക്യാരക്ടറുകളും ഹാസ്യവേഷങ്ങളും ഉൾപ്പെടെ അഭിനയകലയുടെ എല്ലാ മേഖലകളും വഴങ്ങുമായിരുന്ന മീന ഗണേശന് നാടകകലയുടെ അടിത്തറ സ്വാഭാവിക അഭിനയ തികവിന് എന്നും കരുത്തായി. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെയുള്ളൂ. ആ ആണ് തന്നെയാ ഇത്. 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ +2 പഠിക്കാം. 2-ലോ? 2-ലല്ല മാവ, 12-ലാ. കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു. ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് +2 ആയെന്ന് മാത്രം. കാപ്പി താമ, ഞാനിപ്പോ വരാം. വാ. എന്നാലും എന്റെ ഓമനക്കുട്ട, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. 10th കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് കോളേജ് കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടുവരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ. എങ്കിലും നശിച്ച യൂണിഫോമിൽ നിന്ന് ഞാൻ എന്നേ രക്ഷപ്പെടുമായിരുന്നു. അന്തരിച്ച പ്രശസ്ത നാടകാചാര്യൻ AN ഗണേശിന്റെ പത്നിയാണ് മീന ഗണേശ്. സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും കലാലോകത്ത് അർഹിക്കുന്ന അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ലെന്ന പരാതികൾ കലാസ്നേഹികൾ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. ബിന്ദു മനോജ്, സീരിയൽ ഡയറക്ടർ മനോജ് ഗണേശ് എന്നിവരാണ് മക്കൾ. സംസ്കാരം വൈകുന്നേരം 4 മണിക്ക് ശാന്തിതീരത്ത് നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആകാശവാണി തൃശൂർ സ്റ്റേഷൻ ഡയറക്ടർ M ബാലകൃഷ്ണൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഒറ്റപ്പാലം സ്വദേശിയാണ്. പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ സുലഭയാണ് ഭാര്യ. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. ഡിവൈഡറിന് പാതയോരത്തെ വിശ്രമം. പറളി ചെക്ക് പോസ്റ്റിൽ റോഡ് മുറിച്ചു കടക്കാനാവാതെ നാട്ടുകാർ വട്ടം തിരിയുന്നു. വാഹന ഗതാഗതം നിയന്ത്രിക്കാനും കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനും പോലീസ് സ്ഥാപിച്ച ഡിവൈഡറുകൾ പാതയോരത്തേക്ക് മാറ്റിയിട്ടിട്ട് മാസങ്ങൾ കഴിയുന്നു. ഇക്കാരണത്താൽ അമിത വേഗതയിൽ നിരനിരയായി വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് മുറിച്ചു കിടക്കാൻ കഴിയാതെ യാത്രക്കാർ ദുരിതം പേറുകയാണ്. ഗതാഗത തിരക്കേറിയ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പറളി ചെക്ക് പോസ്റ്റിലാണ് റോഡ് മുറിച്ചു കിടക്കാനാകാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ വട്ടം തിരിയുന്നത്. ഡിവൈഡറുകൾ സ്ഥാപിച്ചാൽ വാഹന വേഗത കുറയ്ക്കാനാകുമെന്നും യാത്രക്കാരുടെ ദുരിതത്തിന് ശമനമുണ്ടാകുമെന്നും ഡിവൈഡറുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 3 റോഡുകൾ ജോയിൻ ചെയ്യുന്നതാണ്. ഒന്ന് നമ്മുടെ മുണ്ടൂർ വഴിക്ക് പോകുന്ന റോഡ്, പിന്നെ പാലക്കാട് വരുന്ന റോഡ്, പട്ടാമ്പി. നല്ല തിരക്കുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡിവൈഡർ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഡിവൈഡർ ക്രോസ് ചെയ്ത് ദിവസം വെക്കുന്നതിന് പകരം ഡിവൈഡർ ഒരു സൈഡിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഡിവൈഡർ ക്രോസ് ആയിട്ട് ഇടുകയാണെങ്കിൽ വാഹനങ്ങൾ കുറച്ച് നിയന്ത്രിച്ചു വരും. തൊട്ടടുത്ത് കോളേജും 2 കോളേജും ഒക്കെ സ്കൂളും ഒക്കെ ഉള്ള സ്ഥലമാണ്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. പറളിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്കേറ്റിംഗിലൂടെ ശബരിമല ലക്ഷ്യമിട്ട് പാലക്കാട്ടെ +2 വിദ്യാർത്ഥി മനുരാജ്. ശബരിമലയിലേക്കുള്ള മനുരാജിന്റെ സ്കേറ്റിംഗ് തീർത്ഥാടനത്തിൽ ആശംസകൾ അർപ്പിക്കാൻ MLA രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയിരുന്നു. അകത്തേത്തറയിലെ മണിഗുരുക്കളുടെ മകനായ മനുരാജ് സ്കേറ്റിംഗ് മത്സരങ്ങളിൽ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്കേറ്റിംഗ് യാത്രയിലൂടെ ശബരിമല ദർശനമെന്ന മനുരാജിന്റെ ആഗ്രഹത്തിന് വീട്ടുകാർ കൂട്ടുനിൽക്കുകയായിരുന്നു. കഴിവുകൾ സമൂഹത്തിന് പ്രചോദനമാകും വിധം ഉപയോഗിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവരാണെന്ന് മനുരാജിന് ആശംസകൾ നേരാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. മനു അവൻ്റെ സ്വപ്രയത്നത്താൽ അഭ്യസിച്ചൊരു പ്രധാനപ്പെട്ട അവൻ്റെ കഴിവുകളിലൊന്നായ സ്കേറ്റിങ്ങിൻ്റെ ഭാഗമായി സ്കേറ്റ് ചെയ്ത് തന്നെ ശബരിമലയിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ പരിപാടി ഞാനുമായിട്ടുള്ളൊരു ബന്ധം പറഞ്ഞാൽ പാലക്കാട് MLA ആകുന്നതിന് മുമ്പ് എന്നെ ക്ഷണിച്ച പരിപാടിയാണ് ഈ പരിപാടി. അപ്പോൾ MLA ആകുന്നതിന് മുമ്പ് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വോട്ടില്ലെങ്കിലും അവിടെ ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണല്ലോ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള വ്യക്തിപരമായ വൈകാരികത കൂടി ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്തായാലും ഈ 3 ദിവസം മനോഹരമായി തന്നെ വിവിധ ആരാധനാലയങ്ങളിൽ സന്ദർശനം നടത്തി, വിവിധ ക്ഷേത്രങ്ങളിൽ വാവരുപള്ളിയിൽ ക്ഷേത്ര ദർശനവും പള്ളി ദർശനവും ഒക്കെ നടത്തി
ശബരിമലയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട മനുവിന് സ്നേഹാഭിവാദ്യങ്ങൾ. ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ പ്രകാശ് ഉളിയേരി മുഖ്യാതിഥിയായി. കെ ശിവരാജേഷ്, സന്തോഷ് കുന്നത്ത്, പി കെ വാസു, MC സജീവൻ, S കൃഷ്ണകുമാർ, വിനോദ് ചറാട്, MV രാധാകൃഷ്ണൻ, നിഖിൽ കണ്ണാടി, PK വേലായുധൻ, ഷിജു, KK അജയ് വർമ്മ, ബാബു പാടത്ത്, ഗുരുസ്വാമി കൃഷ്ണകുമാർ വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. മനുരാജിന്റെ അച്ഛൻ മണിഗുരുക്കളും നഴ്സ് കൂടിയായ അമ്മ രുക്മിണിയും യാത്രയെ അനുഗമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് നഗരപ്രദേശത്തെ അനധികൃത ഫ്ലക്സുകൾ നീക്കം ചെയ്തു. കോട്ടമൈതാനം, അഞ്ചുവിളക്ക് ഭാഗങ്ങളിൽ ഫ്ലക്സുകൾ യാത്രക്കാർക്കും ഗതാഗതത്തിനും ഭീഷണിയാണെന്ന പരാതികൾ വ്യാപകമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ നടപടി. അഴിച്ചുമാറ്റിയ ഫ്ലക്സ് ബോർഡുകൾ നഗരസഭാ കാര്യാലയത്തിനു പിറകുവശത്തെ ഡംപിംഗ് യാർഡിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. സംസ്ഥാനപാത കാട് മൂടിയതോടെ മങ്കര അപകട മേഖലയാകുന്നു. പാതയിലെ ഇരുവശത്തെയും കാടുകൾ വാഹനങ്ങൾക്കും ദുരിതമായി മാറുന്നു. കാടുകൾ പാത കൈയടക്കിയതോടെ കാൽനട യാത്രക്കാർക്കും റോഡിന്റെ നടുവിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. ഇതുമൂലം കാൽനട യാത്രക്കാർക്ക് ജീവഹാനിയും ഉണ്ടാകുന്നു. 6 മാസത്തിനിടെ 2 കാൽനട യാത്രക്കാർ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞിരുന്നു. മങ്കരവളവ് നേർറോഡായി മാറിയതോടെ വാഹനങ്ങളുടെ അമിത വേഗതയും കൂടി. കൂടാതെ പാതയുടെ ഇരുഭാഗത്തും കാടുയർന്നതോടെ കാൽനട യാത്രക്കാർക്കും ദുരിതമായി. പാതയുടെ ഇരുഭാഗത്തെയും കാടുകൾ പഞ്ചായത്ത് മുൻകൈയെടുത്ത് വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപകടങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നാടി ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ റോഡ് സൈഡിൽ നിറയെ ചെടികളും പൊന്തകളും വളർന്നിട്ട് വാഹനങ്ങളും കാണാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് വഴി സൈഡിൽ നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതാത് പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട ആൾക്കാർ ആ പഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ വെട്ടിമാറ്റി റോഡിന് വാഹനങ്ങൾക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ അത് വളരെ ഒരു ഉപകാരപ്രദമാണ് എല്ലാവർക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഡിസംബർ 18 കരാർ തൊഴിലാളികളുടെ അവകാശ ദിനമായി ആചരിച്ചു. ഷൊർണൂരിൽ നടന്ന ദിനാചരണം CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കരാർ മേഖലയിലുള്ള തൊഴിലാളികളുടെ അവകാശ ദിനം ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ കരാർ തൊഴിലാളികൾ ഇവിടെ ആചരിക്കുന്നു. കരാർ മേഖലയിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഏത് കാലഘട്ടത്തിലാണ് കരാർ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? 1991 നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അന്ന് ലോകത്തെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചടങ്ങിൽ KWA കരാർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ പ്രേമൻ സ്വാഗതം പറഞ്ഞു. KWA EU ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം വിനോജ്, സവിത, കരാർ തൊഴിലാളി യൂണിയൻ ഡിവിഷൻ കമ്മിറ്റി അംഗം സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പുതുപ്പരിയാരം ഗവൺമെന്റ് LP സ്കൂളിൽ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം ആചരിച്ചു. ഭാഷാദിനത്തോടനുബന്ധിച്ച് അറബി അസംബ്ലി അവതരിപ്പിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ അൽബുസ്താൻ അറബിക് മാസിക ഹെഡ്മാസ്റ്റർ സുധീർ പ്രകാശനം ചെയ്തു. ഐഷ ബി ടീച്ചർ, സ്മിത ടീച്ചർ, ജിജ ടീച്ചർ, ജയശ്രീ ടീച്ചർ എന്നിവർ സംസാരിച്ചു. നിർധന കുടുംബത്തിന് SKSSFന്റെ കൈത്താങ്ങ്. മുള്ളൂർക്കരയിൽ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സുലൈമാന്റെ അപകട മരണത്തെ തുടർന്ന് നിരാലംബരായ കുടുംബത്തിനാണ് SKSSF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചു നൽകിയത്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സുലൈമാൻ ജോലിക്കിടെ അപകടത്തിൽപ്പെട്ട് 4 വർഷം മുൻപേ മരിച്ചിരുന്നു. ഇതോടെ വൃദ്ധരും കിടപ്പ് രോഗികളുമായ മാതാപിതാക്കളും സുലൈമാന്റെ 3 മക്കളടങ്ങുന്ന കുടുംബവും ഏറെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. ഈ കുടുംബത്തിന് താങ്ങും തണലുമാവുകയാണ് SKSSF എന്ന സംഘടന. SKSSFന്റെ ജില്ലാതല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്ങളുടെ സംഘടനയിലെ സഹപ്രവർത്തകനായിരുന്ന കുടുംബത്തിന് നിത്യവരുമാനം എന്ന ലക്ഷ്യത്തോടെയാണ് സൗഹൃദ ക്വാർട്ടേഴ്സ് നിർമ്മിച്ചു നൽകിയത്. ക്വാർട്ടേഴ്സിൽ നിന്നുള്ള വരുമാനം ഇനി മുതൽ സുലൈമാന്റെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പുമെന്നതിൽ ഏറെ അഭിമാനിക്കുകയാണ് SKSSF എന്ന സംഘടന. 8.25 സെന്റ് സ്ഥലത്ത് 1330 സ്ക്വയർ ഫീറ്റിലാണ് ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം. കോഴിക്കോട് ഗാസി മുഹമ്മദ് കോയ തങ്ങൾ ക്വാർട്ടേഴ്സുകൾ സുലൈമാന്റെ കുടുംബത്തിന് കൈമാറി. ഇനി സേവനത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. SKSSFന്റെ പ്രവർത്തനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ സമൂഹം ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദീനീ സേവന രംഗത്ത് ആര് പ്രവർത്തിക്കുന്നുവോ, സുന്നത്തമയത്തിന്റെ പ്രവർത്തനം ആര് പ്രവർത്തിക്കുന്നുവോ, അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും വലിയ ഗുണകരമായ പ്രവർത്തനമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് സമസ്തക്കും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളൊക്കെ പങ്കാളികളാവണം. നമുക്ക് ലഭ്യമാവും നാളെ പാരത്രിക ജീവിതത്തിലേക്ക് പ്രാർത്ഥന. അതുകൊണ്ട്
SKSSF ജില്ലാ പ്രസിഡന്റ് CM ഷരീഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹീദ്ദീൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. ബഷീർ ഫൈസി ദേശമംഗലത്തിന്റെ മദീനയിലേക്ക് എന്ന പ്രഭാഷണത്തിന്റെ 401ാമത് എപ്പിസോഡും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സുലൈമാൻ കുടുംബ സഹായ സമിതി കമ്മിറ്റി ചെയർമാൻ ഷഹീർ ദേശമംഗലം സ്വാഗതവും മേഖലാ പ്രസിഡന്റ് ഷമീർ VM നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ ചുടലഭദ്രയുടെ കളിയാട്ടം ഡിസംബർ 25 നടക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ അംഗീകാരത്തോടെയാണ് സംഘാടനം. തിരുവില്ലാമല ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഭാരതപ്പുഴയ്ക്ക് തെക്ക് പൂർണ്ണാനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന കളിയാട്ടം ഡിസംബർ 25 വൈകിട്ട് 6 മുതൽ രാത്രി 12 മണി വരെ അരങ്ങേറും. വൈകിട്ട് ആരംഭിക്കുന്ന ചടങ്ങുകളുടെ ഉദ്ഘാടനം K. രാധാകൃഷ്ണൻ MP നിർവഹിക്കും. UR പ്രദീപ് MLA, ഒറ്റപ്പാലം നിയോജകമണ്ഡലം MLA K. പ്രേംകുമാർ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കുറച്ച് വർഷങ്ങളായിട്ട് നന്നായി നടന്നു വരുന്നൊരു കളിയാട്ടാണ്. ഈ വർഷം കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ കേരള സംഗീത നാടക ഫോക്ലോർ അക്കാദമി, സംഗീത നാടക അക്കാദമി നമുക്ക് സഹായം തന്നിരുന്നു. തെയ്യം കുറച്ചും കൂടി ഫോക്ലോർ അക്കാദമി നമ്മളോട് സഹകരിച്ച് അങ്ങനെ ഫോക്ലോർ അക്കാദമി കൂടി അവരുടെ കൂടെ സഹകരണത്തോടു കൂടിയാണ് ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി ഈ കളിയാട്ടം നടത്തുന്നത്. കളിയാട്ടം ഡിസംബർ 25 ധനുമാസം 10-ാം തീയതി ബഹുമാനപ്പെട്ട നമ്മളുടെ MP K. രാധാകൃഷ്ണൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ചേലക്കര MLA UR പ്രദീപ്, അതുപോലെ തന്നെ ഒറ്റപ്പാലം MLA പ്രേംകുമാർ തുടങ്ങിയ ആളുകളും സംഗീത നാടക അക്കാദമിയുടെ മെമ്പറായ TR അജയൻ സാറ്, ഫോക്ലോർ അക്കാദമിയുടെ സെക്രട്ടറി AV അജയൻ മാഷ് തുടങ്ങിയവർ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. NSSന്റെ മന്നം ശതാബ്ദി സമ്മേളനത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും രമേശ് ചെന്നിത്തല. പഴയ വിഷയങ്ങളിൽ പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നില്ലെന്നും എന്നും വഴക്കിട്ട് നിൽക്കേണ്ട കാര്യമില്ലെന്നും ചെന്നിത്തല. എല്ലാവരുമായും യോജിച്ചു പോകും. ആനയെഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടിയെ സ്വാഗതം ചെയ്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. തൃശൂർ പൂരം പഴയ തനിമയോടെ നടക്കുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി. ആചാരങ്ങൾ നിലനിർത്തണമെന്ന സുപ്രീം കോടതി നിരീക്ഷണം ആശ്വാസകരമെന്ന് പാറമേക്കാവ് ദേവസ്വം അധികൃതർ. വിഷയത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന് ഇരുവിഭാഗത്തിന്റെയും വിമർശനം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. കാറിൽ പോണോ, പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ എന്ന് വിമർശകരോട് വിജയരാഘവൻ. പരാമർശം CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. അമിത്ഷായുടെ വിവാദ പരാമർശത്തിൽ പ്രതിഫലിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ദളിത് വിരുദ്ധ കാഴ്ചപ്പാടെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഭരണഘടനാ ചർച്ചയിൽ അനാവശ്യ വിവാദം സൃഷ്ടിച്ചത് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നും ആക്ഷേപം. കുഴൽമന്ദം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം സൗകര്യവും ട്രോമ കെയർ എക്സ്റേ യൂണിറ്റും ഏർപ്പെടുത്തണമെന്ന് CPM കുഴൽമന്ദം ഏരിയ സമ്മേളനം. A. അനിതാനന്ദൻ ഏരിയ സെക്രട്ടറിയായി തുടരും. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ നടന്ന ഏരിയ സമ്മേളനത്തിന് സമാപനം. സഹകരണ മേഖലയിൽ പെൻഷൻ വേണ്ടെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്ത റിട്ടയർഡ് ജസ്റ്റിസ് സ്വന്തം പെൻഷൻ വേണ്ടെന്ന് വയ്ക്കാൻ ആദ്യം തയ്യാറാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാർച്ച്. വിശ്രമജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കിവിടുന്നത് സർക്കാരിന് ചേർന്ന രീതിയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജ്യത്ത് തന്നെ മികച്ച പോലീസ് സംവിധാനം കേരളത്തിലാണെങ്കിലും സേനാ അംഗങ്ങളുടെ മനോവീര്യം തകർക്കുന്ന രീതികൾ വർദ്ധിക്കുന്നത് പരിശോധിക്കപ്പെടണമെന്ന് A. പ്രഭാകരൻ MLA. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒട്ടേറെ നവീകരണ പദ്ധതികൾ സേനയിൽ സർക്കാർ നടപ്പാക്കി.
പാലക്കാട്ട് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. നടി മീന ഗണേഷ് അന്തരിച്ചു. അന്ത്യം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. നാടകരംഗത്തുനിന്ന് സിനിമാ ലോകത്തെത്തിയ മീന ഗണേഷ് അഭിനയ കലയ്ക്കു സമ്മാനിച്ചത് അതുല്യ സംഭാവനകൾ. അന്തരിച്ച തൃശൂർ ആകാശവാണി ഡയറക്ടർ എം ബാലകൃഷ്ണന് നാടിന്റെ പ്രണാമം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.